എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുണ്യകാലമായ മണ്ഡലകാലമാണ്. ഇന്ന് വൃശ്ചിക മാസം 3-ാം തീയതിയാണ്. 19/11/2025 ബുധനാഴ്ച. ഇന്ന് നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെ ഇന്നത്തെ ദിവസം തുടങ്ങാം. കാരണം നമ്മുടെ പുണ്യകാലമാണ്, മണ്ഡലകാലമാണ്, വ്രതത്തിൻ്റെ കാലമാണ്. ശ്രീ ശബരിമല ശ്രീധർമ്മശാസ്താവിനെ ഭക്തിയോടെ എല്ലാവരും കാണാൻ പോവുകയും ദർശിക്കാൻ പോവുകയും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു മണ്ഡലകാലമാണ് ഇത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം മേടക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. മേടക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ്. എന്നാൽ വളരെ അലച്ചിലിൻ്റെ ഒരു ദിവസമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ നക്ഷത്രത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെയധികം അലച്ചിലിൻ്റെ ദിവസമായിരിക്കും. ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ശാരീരികമായ ചില ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം. തലകറക്കം, ബ്ലഡ് പ്രഷറിൻ്റെ വേരിയേഷൻ, ലോ പ്രഷർ, ഹൈ പ്രഷർ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ ശാരീരികമായി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അധികരിക്കാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ട ഒരു ദിവസമായിരിക്കുമെന്ന്. വൈകുന്നേരത്തോടുകൂടി ശാരീരിക അസ്വസ്ഥത കൂടാൻ സാധ്യത കാണുന്നു. അതുകൊണ്ട് മെഡിക്കൽ എയ്ഡ് അല്ലെങ്കിൽ വൈദ്യസഹായം തേടേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ സാമ്പത്തികമായി വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഇന്നത്തെ കൊടുക്കൽ വാങ്ങലുകൾ, ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാനമൊക്കെ വളരെ നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പൊതുവെ എല്ലാവർക്കും ഇന്ന് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണെങ്കിലും അശ്വതി നക്ഷത്രക്കാർക്കാണ് ഇത് എല്ലാം കൂടുതലായി ഫലവത്തായി കാണുന്നത്. ഭരണി നക്ഷത്രക്കാർക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ അത്യാവശ്യമാകേണ്ട ഒരു ദിവസമാണ് ഇന്ന്. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആകാംക്ഷകൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാകും. എന്നാൽ സന്താനങ്ങളുടെ സ്വഭാവ രീതിയിലുള്ള മാറ്റം കണ്ട് വളരെയധികം വിഷമം അനുഭവിക്കാനായിട്ടൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാവരെയും അയ്യപ്പസ്വാമി രക്ഷിക്കട്ടെ. എല്ലാവരും അവരവരുടെ ആചാരപ്രകാരം അവരവരുടെ രീതിയിലനുസരിച്ച് പ്രാർത്ഥനയിൽ മുഴുകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രാർത്ഥനയുടെ മാസമാണ് ഇത്. എല്ലാവർക്കും നന്മ വരട്ടെ. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ചാരവശാലുള്ള ചില പല മാറ്റങ്ങൾ നമുക്ക് അനുകൂലമായി വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതേ കൂടാതെ ചില പ്രത്യേക സംരംഭങ്ങൾ ആരംഭിക്കുവാനും പുതിയ കാര്യങ്ങളിൽ ധനം ഇൻവെസ്റ്റ് ചെയ്യാനും അതേപോലെ ഷെയറിൽ പണം നിക്ഷേപിക്കാനുമൊക്കെ വളരെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. ഊഹക്കച്ചവടം നടത്തുന്നവർക്ക് അധ്വാനിക്കാതെ ധനം കയ്യിൽ വന്ന് ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. ആരോഗ്യ മേഖലയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. ട്രാൻസ്ഫറുകൾ, പെട്ടെന്നുണ്ടാകുന്ന ട്രാൻസ്ഫറുകളൊക്കെ മനസ്സിനെ അലട്ടാനായിട്ട് സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്കുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നു. വിദേശയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായ കാര്യങ്ങൾ വളരെ അനുകൂലമായി വരികയും കടവായ്പകൾ കൊടുക്കാനും വാങ്ങാനും ഒക്കെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. എല്ലാവർക്കും കടമില്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ വ്യത്യസ്തമായൊരു ദിവസമായിരിക്കും. അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ആത്മസംയമനം പാലിക്കേണ്ടത് ആവശ്യമാണ്. ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. ദൂരെ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്വന്തം സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ സ്വന്തം തീരെ അടുപ്പമുള്ള ആളുകൾക്കോ ഒക്കെ വളരെ ഭാഗ്യമുണ്ടാകുന്നത് കണ്ട് അവരുടെ ഉയർച്ച കണ്ടൊക്കെ സന്തോഷിക്കാൻ ഇടവരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങൾക്ക് നല്ല ഒരു ദിവസമായിരിക്കുന്നു. സന്താനങ്ങളുടെ അഭിവൃദ്ധിയിലും അവരുടെ സ്വന്തം കാര്യം ചെയ്യാനുള്ള പ്രാപ്തിയിലുമൊക്കെ അഭിമാനം കൊള്ളാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ തിരക്കുള്ള ഒരു ദിവസമായിരിക്കും. ഇലക്ഷൻ ആയതുകൊണ്ടൊക്കെ ആവാം. ഏതായാലും ഇന്ന് നല്ല തിരക്കുള്ള ചൊവ്വയുടെ സ്വാധീനം കൊണ്ട് തിരക്കുള്ള ദിവസമായിരിക്കും. ഇന്നത്തെ ദിവസം
എല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ലതാണ്. അടുത്തായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു ദിവസമാണെങ്കിലും ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പിൽ വരുന്ന ദിവസമാണ്. ആകാംക്ഷയോടുകൂടിയിരിക്കുന്ന പല കാര്യങ്ങൾക്കും ശുഭകരമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. ചില തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ശാന്തതയോടുകൂടി അതെല്ലാം നേരിടുക. വാക്കുകൾ വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കേണ്ടതുണ്ട്. ചില വാക്കുകളുടെ പ്രശ്നം മൂലം വലിയ വലിയ കാര്യങ്ങൾ മുടങ്ങിപ്പോകാനായിട്ട് സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. കേസ്, വഴക്ക് മുതലായ കാര്യങ്ങളിൽ ഏർപ്പെടാനോ ഇടപെടാനോ പറ്റിയ ഒരു ദിവസമായിരിക്കില്ല ഇന്ന്. കൃഷിക്കാർക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതേപോലെ മത്സ്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, കടലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനും ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂര, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ചില സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശബരിമല ശ്രീ അയ്യപ്പനെ പ്രാർത്ഥിക്കുക. ശബരിമല ദർശനം നടത്തുകയൊക്കെ അത്യാവശ്യമാണ്. കാരണം കണ്ടകശനിക്കാലമായതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനായിട്ട് സാധ്യത കാണുന്നു. എന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകാവുന്ന കാര്യമാണ്. ധാരാളം ധനം വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ സമാധാനമുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. ലോഹ നിർമ്മിതമായ വസ്തുക്കൾ കച്ചവടം നടത്തുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. എന്നാൽ കീഴ് ജീവനക്കാരുമായിട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആത്മസംയമനം പാലിക്കുന്നത് നന്നായിരിക്കും. കുടുംബാന്തരീക്ഷം വളരെ ശാന്തമായി കാണുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കുകയില്ല എങ്കിലും വൈകുന്നേരത്തോടുകൂടി മാറ്റങ്ങൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ആഘാതങ്ങളുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകൾ കൊണ്ട് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് മധ്യസ്ഥതയ്ക്ക് പോകാൻ പ്ലാനുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. ഇന്ന് മധ്യസ്ഥതയ്ക്ക് പോയി കഴിഞ്ഞാൽ ചില പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. പോലീസ് കേസുകളിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾക്ക് വളരെ പ്രശ്നങ്ങളുണ്ടാകുന്നൊരു ദിവസമാണ് ഇന്ന്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എല്ലാ തരത്തിലും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കുമെന്ന്. സാമ്പത്തിക കാര്യത്തിൽ ചില ഞെരുക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം. അത് ഇന്നത്തെ ദിവസം കച്ചവടം നടത്താനോ അല്ലെങ്കിൽ ഊഹക്കച്ചവടം നടത്താനോ ഒക്കെ ഇരിക്കുന്നവർ അത് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. കാർഷിക മേഖലയിലുള്ളവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. മലഞ്ചരക്കുകൾ കച്ചവടം നടത്തുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ദിവസമാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ധാരാളം പ്രതീക്ഷകൾ ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതിനുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തടസ്സം നീങ്ങാൻ ഗണപതിയെ പ്രാർത്ഥിക്കുക, ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. അവരവരുടെ വിശ്വാസപ്രകാരം ഈശ്വര പ്രാർത്ഥന നടത്തുന്നത് വളരെ നന്നായിരിക്കും. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇന്ന് വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ദിവസമാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കേണ്ടതാണ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഭക്ഷ്യവിഷബാധയൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, ഹോട്ടൽ നടത്തുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. യാത്രക്കിടയിൽ ചില അപ്രതീക്ഷിതമായ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. എന്നാൽ യാത്രയ്ക്ക് ഒരുപാട് തടസ്സങ്ങൾ വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു ദിവസമാണ്. എങ്കിൽ കൂടിയും വളരെ പ്രതീക്ഷകളുണ്ടാകുന്നൊരു ദിവസമായിരിക്കും. ഉദ്യോഗ കയറ്റത്തിന് സാധ്യതയുള്ള ദിവസമായിരിക്കും. സ്വന്തമായൊരു ഗൃഹം വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന്
അനുകൂലമായൊരു ഗ്രഹം കണ്ടെത്തുവാനോ അഡ്വാൻസ് കൊടുക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രക്രിയകളെല്ലാം വളരെ വേഗത്തിലാകുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. പങ്കാളിയിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും അതേപോലെ ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനിരിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അത്ര സുഖകരമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. 2-3 ദിവസത്തിനുള്ളിൽ ചില അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ആരോഗ്യം പരിരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഗൃഹത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികളെക്കുറിച്ച് ചില ആകാംക്ഷകൾ ഉടലെടുക്കുവാനും അവരെക്കുറിച്ച് അസംതൃപ്തമായ ചില റിപ്പോർട്ടുകൾ ലഭിക്കുവാനും ഒക്കെ സാധ്യത ഉള്ളതിനാൽ ഈശ്വര പ്രാർത്ഥനയിലൂടെ മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷം ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ 4-ൽ നിൽക്കുന്ന കണ്ടകശനിക്കാലമായതുകൊണ്ട് ശാരീരികമായ ക്ലേശങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ്, അസിഡിറ്റി ഇതൊക്കെ അധികരിക്കാൻ സാധ്യത കാണുന്നു. അതേപോലെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാനായിട്ട് സാധ്യത കാണുന്നു. സന്താനങ്ങൾക്കുള്ള അഭിവൃദ്ധി മാനിച്ച് വളരെയധികം സന്തോഷമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ചില വസ്തു കച്ചവടത്തിലൊക്കെ തീരുമാനമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് പരിഹാരമായി അത് ഉപകരിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി മടിയും അലസതയുമെല്ലാം കളഞ്ഞ് മുൻപോട്ട് പോകേണ്ടതാണ്. ശനിയുടെ കണ്ടകശനിയോ ഏഴരശനിയോ ഒക്കെ ഉള്ളപ്പോൾ തീർച്ചയായും നമുക്ക് ക്ഷേത്ര ദർശനത്തിനോ അല്ലെങ്കിൽ ദേവാലയങ്ങളുടെ ദർശനങ്ങൾക്കോ ഒക്കെ വളരെയധികം മടിയും അലസതയൊക്കെ തോന്നുക സ്വാഭാവികമാണ്. അന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കേതോ ഒരു കഷ്ടകാലം വരികയാണെന്ന്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥനയിൽ മുഴുകുക. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറേ നാളുകളായി ഏഴരശനിക്കാലമൊക്കെ മാറിയിട്ടും നല്ല കാലം വരുന്നില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. സാമ്പത്തികമായ കാര്യങ്ങൾ അഭിവൃദ്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, സന്താനങ്ങൾക്ക് വേണ്ടി ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക്, അവരുടെ ഉദ്യോഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, അതേപോലെ അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ചില സാമ്പത്തിക ഇടപാടുകളിൽ വന്ന ബുദ്ധിമുട്ടുകൾ കാരണം കേസോ വഴക്കോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധയോടുകൂടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടതാണ്. ഊഹക്കച്ചവടം നടത്തുന്നവർക്ക്, ഷെയറിൽ നിക്ഷേപിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ നടപ്പിലാകാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. പുതിയ പഠന മേഖലകളിലോട്ട് പ്രവേശിക്കുവാനും പ്രയോജനപ്രദമായ രീതിയിൽ പഠനം നടത്തുവാനുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക്, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, മറ്റ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ ആശ്വാസകരമായതും സന്തോഷകരമായൊരു ദിവസമായിരിക്കും. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ കയർത്ത് സംസാരിക്കാതിരിക്കുക. അവരുടെ ആരോഗ്യസ്ഥിതിയെ വഷളാക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. ആത്മസംയമനം പാലിക്കുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത വിധം വൈദ്യസഹായം ലഭിക്കുന്നതാണ്. ഉളുക്ക്, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ കഴിഞ്ഞ ഏതെങ്കിലും ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളവർക്ക് അതിന് ശമനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സ്വന്തമായ ഒരു ഭവനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്.
അതേപോലെ വാഹനം വാങ്ങാനിരിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തിക നിലയിൽ ചില ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെട്ടേക്കാമെങ്കിലും അവസാനം ഫൈനലി നമുക്ക് ആ കാര്യങ്ങൾ സാധിക്കാനായിട്ട് ഉള്ള സാമ്പത്തികം വന്നു ചേരുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ജോലിഭാരം കൂടുന്ന ഒരു ദിവസമായിരിക്കും ഇത്. വളരെ ശ്രദ്ധയോടുകൂടി ആത്മസംയമനത്തോടുകൂടി മുൻപോട്ട് പോവുക. ആഹാരകാര്യങ്ങളിൽ ചിട്ട ആവശ്യമാണ്. ആഹാരകാര്യങ്ങളിൽ അലസത കാണിച്ചാൽ ഉദര സംബന്ധമായ അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരെയും സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി സമാപിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.